പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രവേശനം പാർലമെന്റിൽ സംഭവിച്ചിരിക്കുന്നു. ലോക്സഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ലോക്സഭയും രാജ്യസഭയും ഇന്ന് താൽക്കാലികമായി പിരിഞ്ഞിട്ടുണ്ട്. അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ ബഹളം ഇന്നും തുടർന്നാണ് ബഹളത്തെ കാരണം ലോക്സഭ 12 മണിവരെയും രാജ്യസഭ ഏതാണ്ട് 1 മണിവരെയും നിർത്തിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, പ്രിയങ്ക ഗാന്ധിയുടെ കന്നി വരവിൽ തന്നെ ലോക്സഭ ശബ്ദായമാനമായിട്ടുണ്ട്, ബഹളമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് അദാനി വിഷയത്തിന്മേലുള്ള പ്രതിപക്ഷ പ്രതിഷേധവും ബഹളവും തന്നെയല്ലേ ഇന്നും സഭ നിർത്തിവെക്കാൻ കാരണമായത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണൻ, തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായി സഭ തടസ്സപ്പെട്ട അതേ കാരണങ്ങൾ തന്നെയാണ് ഇന്നും വീണ്ടും സഭയിൽ ബഹളത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇന്ന് ലോക്സഭ സമ്മേളിച്ച ആദ്യ ഇനമായി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 11:01 നടന്നു. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗം രവീന്ദ്ര വസന്തറാവു ചവാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇത് കഴിഞ്ഞ് മറ്റ് നടപടികളിലേക്ക് ലോക്സഭ കടക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങൾ അദാനി വിഷയത്തിൽ ചർച്ച വേണം എന്ന ആവശ്യവുമായി രംഗത്തെത്തുകയായിരുന്നു. ഈ ആവശ്യം നിരാകരിച്ചതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബഹളമുയർത്തി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ അംഗങ്ങൾ ഈ ബഹളം ഉയർത്തിയത്. തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഘട്ടത്തിലാണ് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ പിരിഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിലും സമാനമായ കാഴ്ച തന്നെയാണ്. ചോദ്യോത്തരവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പായി തന്നെ ഈ വിഷയം മുതിർന്ന അംഗം പ്രമോദ് തിവാരിയാണ് അദാനി വിഷയത്തിൽ ചർച്ച വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഇത് ചെയർമാൻ കൂട്ടാക്കാതിരുന്നതോടെ ബഹളം ഉയർത്തുകയായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്ന്. തുടർന്ന് ഉടൻ തന്നെ സഭ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. രാജ്യസഭയും 12 മണിവരെയാണ് പിരിഞ്ഞത്. രാജ്യസഭയിൽ കൃത്യമായി തന്നെ ഓരോ ദിവസവും ഓരോ മുതിർന്ന അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ആദ്യ ദിനത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, കഴിഞ്ഞ ദിവസം ജയറാം രമേശ്, ഇന്ന് പ്രമോദ് തിവാരിയാണ് വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതും മുതിർന്ന അംഗങ്ങൾ തന്നെയാണ്. ലോക്സഭയിലും സമാനമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം നടന്നത്. ശരി, പാർലമെന്റ് 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് സഭാ നടപടികൾ. പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ തുടർന്നുള്ള ബഹളത്തെ തുടർന്നാണ് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ദിവസമാണ്, ആദ്യ ദിവസമാണ്. ഈ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ അദാനി വിഷയത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ലോക്സഭയിലെ പ്രതിഷേധമെങ്കിൽ പ്രമോദ് തിവാരിയാണ് ഇന്ന് രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തുടർച്ചയായ 3-ാം ദിവസവും ലോക്സഭയിൽ ശബ്ദായമാനമായ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിനെ തുടർന്ന് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.